ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിന് മുമ്പായിട്ട് ഒത്തിരി കോംബോ ഓഫറുകൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാതെ വരുന്ന ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നമുക്ക് ആ കോംബോ ഓഫറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ നമ്മുടെ തൊട്ട് താഴെ കഴിഞ്ഞ തവണ കൊടുത്തേക്കുന്ന ജസ്റ്റ് വീഡിയോ ഒന്ന് കാണുക. വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോഴും കലാഞ്ചുവിൻ്റെയും പോംപോം ജമന്തിൻ്റെ ഒക്കെ കോംബോ ഓഫറുകൾ അവൈലബിൾ ആണ്. കലാഞ്ചി ഏകദേശം 8 വെറൈറ്റീസോളം ഈ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് പോംപോം ജമന്തി അഥവാ ബോൾ ജമന്തി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലപോലെ ഡിമാൻഡ് വരുന്ന നല്ല ഭംഗിയൊരു ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ 4 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വൈറ്റ്, പിന്നെ ഡാർക്ക് ഒരു മജന്ത കളറ്, യെല്ലോ, പിങ്ക്, ഇങ്ങനെ 4 കളേഴ്സിലാണ് ഈ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 4 വെറൈറ്റി നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെയും 390 രൂപയ്ക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. എല്ലാവർക്കും ഇതുവരെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 4 വെറൈറ്റീസാണ് നമ്മൾ തരുന്നത്. ഇതിൽ ഈ റെഡ് മാത്രം നമുക്ക് സ്റ്റോക്ക് ഔട്ടായി, പകരം നമ്മൾ പിങ്കാണ് വെച്ച് തരുന്നത്. അങ്ങനെ മൊത്തം 4 വെറൈറ്റീസിന് നമുക്ക് 390 രൂപയാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആയത് കാരണം നിങ്ങൾക്ക് കളർ കൺഫേം ആയിരിക്കും. ഇനി നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ വരുന്ന പ്ലാന്റ് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ലെമൺ വൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കായകൾ വൈൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇനി അങ്ങോട്ട് ഒത്തിരി പ്ലാന്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് പോകുക കേട്ടോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ. അടുത്തത് നൈറ്റ് ക്യൂൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നൈറ്റ് ക്യൂൻ്റെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഡാർക്ക് കളേഴ്സിൽ വരുന്ന പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് രാത്രി മാത്രമല്ല, ഇത് പകലും നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. പകലും പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 250 റുപ്പീസാണ് കേട്ടോ. 250 രൂപയാണ്. നല്ല റെയർ ആയിട്ടുള്ള നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. മൂന്നാമതായിട്ട് വരുന്നത് ജോൺ ക്രീപ്പർ അഥവാ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. 40 രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ ക്രിപ്റ്റാന്തസിൻ്റെ 2 വെറൈറ്റീസാണ്. ആ റെഡ് നമുക്കില്ല, പകരം ബാക്കി പിങ്ക് ആൻഡ് വൈറ്റ്, പിങ്കും ചോക്ലേറ്റും കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. 3 കളേഴ്സിൽ പൂക്കൾ വിരിയും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി യെസ്റ്റർഡേ ടുഡേ ടുമോറോ പോലെ തന്നെ നമുക്ക് വേറെ 3 കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന ഗാർഡേനിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഗോൾഡൻ ഗാർഡേനിയ എന്നറിയപ്പെടുന്ന 3 കളേഴ്സിലായിരിക്കും ഇതിൽ പൂക്കൾ വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 59 രൂപയാണ്. ഇനി ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു ഫിറ്റോണിയ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. കാണാനും ഒത്തിരി ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് മാത്രം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. 200 രൂപ റേറ്റ് വരുന്നുണ്ട്. നല്ല റെയർ ആയിട്ടുള്ള, നല്ല ഇമ്പോർട്ട് ചെയ്ത നല്ല അടിപൊളി വെറൈറ്റിയാണ്. അടുത്തത് പ്രിൻസസ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വേരുകളാണ് ഈ തൂങ്ങി കിടക്കുന്നത്. നല്ല ഭംഗിയാട്ടോ. ഇത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പ്രിൻസസ് വൈൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ലപോലെ ഗ്രോത്ത് കയറിയിട്ടുള്ള വള്ളി വീശിയ പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് മാത്രമല്ല, നമുക്ക് വേറെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. റെഡ്, പിങ്ക്, വൈറ്റ്, അങ്ങനെ ഒത്തിരി കളേഴ്സിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ജിഫി നട്ടിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഈ 3 ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ വേറെ കുറേ വെറൈറ്റീസ് നമുക്കുണ്ട്. വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ വേണമെന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തരുന്ന വൈറ്റും റെഡും പിങ്കും ആണ്. അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതേ സൈസിലുള്ള തൈകളാണ് തരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഒരെണ്ണത്തിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അടുത്തത് ലേഡി ഷൂ എന്നറിയപ്പെടുന്ന അഥവാ തുമ്പർജിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ലേഡി ഷൂ ഇങ്ങനത്തെ മഞ്ഞ കളറും ഉണ്ട്, അതുപോലെ തന്നെ നല്ല റെഡ് കളറുള്ളതുണ്ട്, വെരിഗേറ്റഡ് ഉണ്ട്. അപ്പോൾ ഈ 3 പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഓഫറിൽ കേട്ടോ. അപ്പോൾ ലേഡി ഷൂവിൻ്റെ റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും വെരിഗേറ്റഡ് ഒക്കെ ആയാലും അതിന് നമുക്ക് ഒരേ റേറ്റാണ് വരുന്നത്. ഒരു പ്ലാന്റിന് 49 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാവേ. അപ്പോൾ ഈ ലേഡി ഷൂ നമുക്ക് ആർച്ച് രൂപത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലപോലെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതാണ് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്ററിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ.
ഇപ്പോൾ ലേഡി ഇഷ്യൂവിൻ്റെ വെരിഗേറ്ററിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ ലേഡി ഇഷ്യൂവിൻ്റെ യെല്ലോ കളറായാലും റെഡ് കളറായാലും ഈ ഒരു സൈസുള്ള തൈകളാണ് തരുന്നത്. 49 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇനി അബ്യൂട്ടരോൺ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ നമുക്ക് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്ന 60 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അബ്യൂട്ടരോൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കാണിക്കുന്നത്. പിന്നെ വരുന്ന പ്ലാന്റ് വയലറ്റ് തുമ്പർജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ വയലറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല വയലറ്റ് ആയിരിക്കും, ഒരുപാട് ഫ്ലവേഴ്സ് വരും കേട്ടോ. എല്ലാ ക്ലൈമറ്റിനും പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്ന 49 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത മെലസ്റ്റോമയെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏറിയ പ്ലാന്റാണ് യെല്ലോ മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പോൾ ഈ യെല്ലോ മെലസ്റ്റോമ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും, നോർമൽ പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് 59 രൂപയാണ് റേറ്റ് വരുന്നത്. 59 റുപ്പീസാണ് റേറ്റ് വരുന്നത്. പിന്നീട് ഈ വെയിലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ഫ്ലവേഴ്സ് വരുന്നൊരു പ്ലാന്റാണ് നിക്കോഡിയ എന്നറിയപ്പെടുന്നത്. നിക്കോഡിയാൻ്റെ ഈ ഒരു ലീഫ് തന്നെ ഒരു സിൽവർ കളറിലായിരിക്കും. പിന്നെ പിങ്ക് ഫ്ലവേഴ്സും വരും കേട്ടോ. ഇതാണ് നമ്മുടെ നിക്കോഡിയാൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നിക്കോഡിയാൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് 99 രൂപയാവുന്നുണ്ട്. ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഗ്രൂമി ചാമ നമുക്ക് ചെറിയ ഡ്രമ്മിലോ അതുപോലെ തന്നെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കായകൾക്ക്. അപ്പോൾ ഗ്രൂമി ചാമേൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് 250 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 250 രൂപയ്ക്കാണ് ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ചെറു വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് അയച്ചു തരുന്നത്. പിന്നെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. ഓർക്കിഡ് റോസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. നല്ല ഭംഗിയിൽ പിങ്ക് കളർ ഫ്ലവേഴ്സുമായിട്ട് അധികം മുള്ളില്ലാത്തൊരു റോസാ വിഭാഗമാണ് ഓർക്കിഡ് റോസ്. എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എളുപ്പം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർക്കിഡ് റോസിന് നമുക്ക് റേറ്റ് വരുന്നത് 150 ആണ്. 150 രൂപയ്ക്ക് സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത്. പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന വെറൈറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കാറ്റേരിയ എന്നറിയപ്പെടുന്നതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാറ്റേരിയൻ്റെ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. 65 രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് ഓഫർ റേറ്റിൽ വരുന്നത്. റെഡ് ലെമൺ എന്നറിയപ്പെടുന്ന ഒരു നാരകമാണ് കേട്ടോ. നാരങ്ങ ഓറഞ്ച് നിറത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് നല്ല റെഡ് കളറിലായിരിക്കും ഈ ഒരു നാരങ്ങ ഉണ്ടാവുക. ഉള്ളിൽ നല്ല റെഡ് കളറായിരിക്കും. ഇത് പഴുത്ത് വരും തോറും റെഡ് കളർ നല്ല ഡാർക്ക് റെഡായി വരും കേട്ടോ. അപ്പോൾ ഈ റെഡ് ലെമൺ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഇതിന് 230 രൂപയാണ് ഓഫർ റേറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പറിൽ അയച്ചാൽ മതി. പിന്നീട് വരുന്ന പ്ലാന്റാണ് ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഗന്ധരാജൻ നല്ല ഗന്ധത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഗന്ധമായിരിക്കും. അതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ള പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. ഗന്ധരാജൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന 60 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ വെരിഗേറ്റഡ് ആയാലും നോർമൽ ആയാലും സെയിം റേറ്റ് ആണ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഗന്ധരാജൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത്. നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണിത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പാരിജാതമാണ് കേട്ടോ. പാരിജാതം ഒറിജിനൽ പാരിജാതമാണിത്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഒത്തിരി ഡിമാൻഡ് ഏറിയ പ്ലാന്റുമാണ് കേട്ടോ. കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഈ ഒറിജിനൽ ആയിട്ടുള്ള വരുന്ന ഇതേ സൈസുള്ള പാരിജാതം. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 230 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. പാരിജാതം പല വെറൈറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് ഒറിജിനലായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ, കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി ടെക്കോമേൻ്റെ 2 വെറൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ടെക്കോമ ഒരു പ്ലാന്റിന് ഇതേ സൈസുള്ള പ്ലാന്റിന് നമുക്ക് 130 രൂപയാണ് റേറ്റ് വരുന്നത്. ടെക്കോമേൻ്റെ ഓറഞ്ച് കളറും യെല്ലോ കളറും റെഡും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റെഡ് പ്ലാന്റ് സൈസായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ. ഏത് പ്ലാന്റ് എടുത്താലും 130 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വോങ്ക വോങ്ക എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ വോങ്ക വോങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെയർ ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റും കൂടിയാണ്. ഈ വോങ്ക വോങ്കേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്ന സൈസാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. 90 രൂപയ്ക്ക് ഇതേ സൈസ് പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും. ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോയും വൈറ്റും ഒക്കെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരുപാട് നക്ഷത്രങ്ങൾ കൂടി നിൽക്കുന്ന പോലെയാണ് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് കാണുമ്പോൾ. അപ്പം ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളറിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. ഒരു പ്ലാന്റിന് നമുക്ക് 59 രൂപയാണ് റേറ്റ് വരുന്നത്. 59 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളർ ഇതാണ് കേട്ടോ. ഇനി ബ്രൈഡൽ ബൊക്കേൻ്റെ തന്നെ യെല്ലോ കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. ഇതിനും 59 രൂപയാണ് റേറ്റ് വരുന്നത്.
പിന്നീട് വരുന്ന പ്ലാന്റാണ് പാഷൻ ഫ്ലോറേൻ്റെ റെഡ് കളർ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി. നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും ഇതിൽ ഫ്ലവേഴ്സ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലപോലെ റൂട്ട് വന്ന തൈയായിരിക്കും നമ്മൾ തരുന്നത്. അപ്പം പാഷൻ ഫ്ലോറേൻ്റെ റെഡ് നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും. 49 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്ന പ്ലാന്റ് കുറ്റിമുല്ല അഥവാ അടുക്കുമുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുല്ല വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ സ്ട്രോബെറീൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഇതാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് നല്ല ഫ്രൂട്ട് പ്ലാന്റാണ് സ്ട്രോബെറി. എല്ലാ ക്ലൈമറ്റിലും നല്ലപോലെ ഉണ്ടായിട്ട് പെട്ടെന്ന് കായകൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ സ്ട്രോബെറി ഇതേ സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. കാണാനും ഒത്തിരി ഭംഗിയാണ് ഈ സ്ട്രോബെറീൻ്റെ ഫ്രൂട്ട്സ് കേട്ടോ. പിന്നെ വരുന്ന പ്ലാന്റ് നൺ ഓർക്കിഡ് ആണ് കേട്ടോ. ഓർക്കിഡ് വെറൈറ്റിയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നൺ ഓർക്കിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. നൺ ഓർക്കിഡിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 230 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ബൊലീവിയൻ സൺസെറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് സാധാരണ ഒരു പോട്ടിലൊക്കെ നട്ടു വെക്കാൻ പറ്റും. ഡയറക്റ്റ് സൺലൈറ്റ് ചെന്നോർത്ത് ഒരു പ്രശ്നവും വരാത്ത ഒരു പ്ലാന്റും കൂടിയാണ്. എളുപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുക. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 39 രൂപ മാത്രമേ ഉള്ളൂ. അടുത്ത ബ്ലൂ ഡൈസ് എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ സാധാരണ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ് ബ്ലൂ ഡൈസ്. ഇതിൽ കുഞ്ഞു ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഏത് പോട്ടിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് ഇതേ സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് 49 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അടുത്ത പെപ്രോമേൻ്റെ റോസ്ഡോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഈ റോസ്ഡോൻ്റെ ഈ ഒരു വെറൈറ്റീൻ്റെ കുറച്ച് ബുഷായ പ്ലാന്റിന് നമുക്ക് 300 രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് വിത്ത് പോട്ടായിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ പെപ്രോമേൻ്റെ റോസ്ഡോൻ്റെ ചോക്ലേറ്റ് കളർ ലീഫ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. അത് ചോക്ലേറ്റ് കളർ ലീഫിനാണ് നല്ല റേറ്റ് വരുന്നത്. 300 റുപ്പീസ് വരുന്നുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അടുത്ത പ്ലാന്റ് ബട്ടർഫ്ലൈ ബുഷ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രഗ്രാന്ത എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ വയലറ്റ് കളറും വൈറ്റ് കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റ് കളർ നല്ല സ്മെല്ല് വരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അടുത്തത് നമുക്ക് വാൾ ക്രീപ്പർ അഥവാ ഫൈക്കസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ ലീഫ് ആയിരിക്കും ഇതിന് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ലീഫ് വരുന്നൊരു പ്ലാന്റും കൂടിയാണ്. അടുത്തത് ക്രീപ്പർ പ്ലാന്റ്സിൽ തന്നെ ഏറ്റവും നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റാണ് മഡഗാസ്കർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ജാസ്മിൻ വിഭാഗത്തിൽപ്പെട്ട ക്രീപ്പർ പ്ലാന്റ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ മഡഗാസ്കർ ജാസ്മിൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈക്ക് തന്നെ നല്ല റേറ്റ് വരാറുണ്ട്. അപ്പം നമുക്ക് മഡഗാസ്കർ ജാസ്മിൻ്റെ വലിയ പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വലിയ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 600 രൂപയാണ്. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. 550 രൂപേൻ്റെ പ്ലാന്റും ഉണ്ട്. അടുത്ത ബർഗ്രാന്തസ് എന്നറിയപ്പെടുന്ന ഒരു കാക്ടസ് വിഭാഗത്തിൽപ്പെട്ടേക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൽ യെല്ലോ കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഇത് നമ്മൾ വിത്ത് പോട്ടായിട്ട് തന്നെ ആയിരിക്കും അയച്ചു തരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. ഇനി മെഡിനില എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. മെഡിനില എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. വേണ്ടവർ താഴെ കൊടുത്ത നമ്പറിൽ മെഡിനില വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മെഡിനിലേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ. ഇത് ജിഫി നട്ടിട്ടുള്ള പ്ലാന്റാണ്. 59 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്ത വാട്ടർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇങ്ങനെ കൊല കുത്തി ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ്. എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. വാട്ടർ ജാസ്മിൻ നല്ല റെയർ ആയിട്ടുള്ള നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്ക് ഒത്തിരി ഇഷ്ടം വരുന്നതാണ് പാഷൻ ഫ്രൂട്ട്. അല്ലെ, പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല റെഡ് കളറാണ് ഇതിനും പുറമെ വരിക. ഉള്ളിലേക്ക് നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനും അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് തിന്നാനൊക്കെ നല്ല ടേസ്റ്റുള്ള പ്ലാന്റാണ്. അടുത്തത് കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇത് ഈ ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയും കൂടിയാണിത്.
അടുത്തത് ടെക്കോമ അല്ലെങ്കിൽ ബോവർ വൈൻ എന്നറിയപ്പെടുന്നതിൻ്റെ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതിൽ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇത് നല്ലൊരു വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. ഇതാണ് ടെക്കോമേൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 59 രൂപയാണ് കേട്ടോ. 59 റുപ്പീസേ ഉള്ളൂ. അടുത്ത ഫിറ്റോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ നോർമൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഫിറ്റോണിയൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്രീൻ ആൻഡ് വൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോംബോ ആവശ്യമാണെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും. 10 വെറൈറ്റീസോളം നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ. മെലസ്റ്റോമ പല ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മെലസ്റ്റോമയാണിത്. ഇതിൻ്റെ നമ്മൾ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈയാണ് തരുന്നത് കേട്ടോ. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല പോലത്തെ വളർന്നിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്താം. അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊരു ചെറിയൊരു കോലൊക്കെ കുത്തിയിട്ട് അതിൽ കൂടി ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഏത് രീതിക്കും വളർത്തിയെടുക്കാൻ പറ്റും. നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഹാങ്ങിങ് മെലസ്റ്റോമ കേട്ടോ. പിന്നീട് വരുന്നൊരു വെറൈറ്റിയാണ് ബിഗ്നോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ബിഗ്നോണിയ നല്ല രീതിയിൽ പൂക്കൾ തരുന്നൊരു വള്ളിച്ചെടിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്ന 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തൈയുണ്ട്, വലിയ തൈയുണ്ട്. വലിയ തൈയാണെങ്കിൽ പൂവായിക്കൊണ്ടിരിക്കുന്ന 250 രൂപേൻ്റെ പ്ലാന്റാണ് വരുന്നത്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ തൈ ഒരു സൈസ് വരുന്നതിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ബിഗ്നോണിയ നല്ലൊരു വള്ളിച്ചെടിയാണ്. കാണാൻ ഒത്തിരി ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. പിന്നീട് വരുന്നത് നാനോക്ക് എന്നറിയപ്പെടുന്ന വാൻഡ്രിഞ്ചോ വിഭാഗത്തിൽ പെട്ടയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്തിയെടുത്താൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് എടുത്ത് നമുക്ക് എളുപ്പം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അധികം വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 49 രൂപയാണ്. അപ്പോൾ ഈ പ്ലാൻസ് എല്ലാം വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ പ്ലാനിൻ്റെ പേരോ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ച് ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്